Green Energy High-Tech Biogas Plants. Your quest for cheapest and clean energy ends here. Green Energy Biogas Plant helps you to create energy from kitchen waste from your own house. Green Energy is a company promoted by Arabian Razak LLC that has proved its expertise in various countries across continents. Green Energy is not a new name to Indian markets. We have made our mark with our high-quality products for energy and waste management, such as solar water heater, solar energy system, and wastewater management plant. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യം. ഇതിനൊരു പരിഹാരമായിട്ടാണ് ഗ്രീൻ എനർജി സെൻറ്റർ എന്ന സ്ഥാപനം തുടങ്ങുന്നത്. 22 വർഷത്തെ എക്സ്പീരിയൻസ് ദുബായിൽ ഡ്രൈസാക് എന്ന സ്ഥാപനത്തിൻ്റെ ഫൈബർ ഗ്ലാസ് മാനുഫാക്ചറിംഗ് ഫീൽഡിൽ പരിചയസമ്പത്തും അതിലുള്ള ടെക്നീഷ്യൻസിൻ്റെ കഴിവും ഉപയോഗിച്ചുകൊണ്ടാണ് ഗ്രീൻ എനർജി സെൻറ്ററിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ക്വാളിറ്റിയായി മറ്റുള്ള ബയോഗ്യാസിനെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകളും നിർമ്മിക്കുന്നുണ്ട്. അഡ്വാൻസ്ഡ് ടൈപ്പ് ബയോഗ്യാസ് വളരെ കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ചു കൊടുക്കാൻ ഗ്രീൻ എനർജി സെൻറ്ററിന് സാധിക്കും. വളരെ പുതുമയോടുകൂടിയുള്ള പുതിയ ആശയങ്ങളുമായി വിപുലമായ പ്ലാന്റുകളും നിർമ്മിച്ചു വരുന്നുണ്ട്. ഗ്രീൻ എനർജി സെൻറ്ററിൻ്റെ ബയോഗ്യാസ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് അങ്ങനെയാണ് കൂടുതൽ മാർക്കറ്റിംഗ് നടക്കുന്നത്. Green Energy manufactures their biogas plant in their own factory with 0% error and 100% quality. Green Energy, providing energy and waste handling solutions successfully. Low cost, no fuel, less waste, and 100% safe. ഏയ്, ഈ വേസ്റ്റ് എല്ലാം ഇങ്ങനെ കളയാനുള്ളതാണോ? ഇതൊക്കെ പണമാക്കി മാറ്റാനുള്ളതല്ലേ? ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കാത്തത് മൂലം ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മൾ ദിനംപ്രതി നേരിടുന്നു. നമ്മുടെ നാട്ടിൽ മാലിന്യ സംസ്കരണം കൃത്യമായി നടക്കുന്നില്ല എന്ന് മാത്രമല്ല, പെട്രോളിയം, കൽക്കരി പോലുള്ള ഇന്ധന സ്രോതസ്സുകൾ ഉപയോഗിക്കുമ്പോൾ അന്തരീക്ഷ മലിനീകരണത്തിന് പുറമെ ഭാരിച്ച സാമ്പത്തിക ബാധ്യതയ്ക്കും കാരണമാകുന്നു. എന്നാൽ മറ്റ് വികസിത രാജ്യങ്ങൾ മാലിന്യ സംസ്കരണം കാര്യക്ഷമമായി നടത്തുകയും ആവശ്യമായ ഊർജം അതിൽ നിന്ന് അവർ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഒരു ആധുനിക ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ആവശ്യകത. ഇവയ്ക്കുള്ള പരിഹാരമല്ലേ ഗ്രീൻ എനർജി ഹൈടെക് ബയോഗ്യാസ് പ്ലാന്റ്. ബയോഗ്യാസ് പ്ലാന്റ് നാം ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും അവശിഷ്ടങ്ങൾ, ഗാർഹിക മാലിന്യങ്ങൾ എന്നു തുടങ്ങി അഴുകിപ്പോകുന്നവയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഊർജമാണ് ബയോഗ്യാസ്. ഇത് ചെലവ് കുറഞ്ഞതും പുകയോ ദുർഗന്ധമോ ഇല്ലാത്തതുമാണ്. ഗ്രീൻ എനർജി പ്ലാന്റ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ഉപയോഗത്തിനു വേണ്ട പാചകവാതകവും മേൽത്തരം ജൈവവളവും ലഭിക്കുകയും ചെയ്യുന്നു. ഇതിനൊക്കെ ഭയങ്കര ചെലവ് വരില്ലേ? അത് നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് ഇതൊക്കെ നടക്കോ? ശരിയാവില്ല. ഏയ്, ഇത് വെറും തോന്നലാണ്. വളരെ കുറഞ്ഞ ഒരു സ്ഥലത്ത് കുറഞ്ഞ ഒരു സംഖ്യ മുതൽ മുടക്കി ഒരു പ്ലാന്റ് നിർമ്മിക്കുമ്പോൾ വർഷത്തിൽ 6 സിലിണ്ടർ ഉപയോഗിക്കുന്ന ഒരു കുടുംബം 4 സിലിണ്ടറാണ് ലാഭിക്കുന്നത്. ഗ്രീൻ എനർജി സെന്ററിന്റെ ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിക്കുന്ന കേരളത്തിലെ ഗ്രീൻ എനർജി ഫാമിലി മെമ്പേഴ്സിനെ തേടിയുള്ള യാത്രയാണിനി. ലെറ്റ്സ് ഗോ. ഞങ്ങള് വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു 2 വർഷത്തോളമായിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ 5 സെന്റ് സ്ഥലത്താണ് താമസിക്കുന്നത്. സ്ഥലം നിറയെ വീടാണ്. അപ്പോൾ വേസ്റ്റ് ഉള്ളത് എവിടെ കൊണ്ടുപോയി കളയും? കഴിഞ്ഞ 1 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിലിത് വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു 3/4 മണിക്കൂർ വീതം ഗ്യാസ് ഇതിൽ നിന്ന് ഡെയിലി കിട്ടുന്നുണ്ട്. 2 നേരമായിട്ട് കിട്ടുന്നുണ്ട്, രാവിലെയും വൈകുന്നേരം കിട്ടുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചെങ്കിൽ പരിസരമൊക്കെ വളരെ ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ സ്ലറി വരും. ഇതിൽ നിന്ന് ഒരു ആഴ്ചയിലൊരിക്കൽ ഒരു 2 ബക്കറ്റെങ്കിലും
സ്ലറി വരും. അത് നല്ല വളമാണ്. ബയോഗ്യാസിൻ്റെ ഈ പ്ലാന്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് 2 വർഷം കഴിഞ്ഞു. ഒരു തരക്കേടില്ലാണ്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ദിവസം ഒരു മിനിമം 2 നേരം കൂടിയിട്ട് ഒരു 1 hour എങ്ങനെയും ഞങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഗ്യാസ് തന്നെ ഉപയോഗിക്കുമ്പോൾ 24-22 ദിവസമാണ് ഉപയോഗിക്കാറ്. പിന്നെ സോളാർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ചൂടുവെള്ളം കുളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിലാണെങ്കിൽ അപ്പോൾ ഒരു 32-34 വരെയായി. ഇത് വന്നപ്പോൾ 45 അത് വളരെ ഹാപ്പിയിലാണ് പറയുന്നത്. 45 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ മറ്റേ ഗ്യാസ് കഴിയുന്നുള്ളൂ. ഗ്യാസ് കൺസംഷൻ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇപ്പോൾ കുറേ എല്ലാം മാനേജ് ചെയ്യുന്നത്. അതിനേക്കാളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വേസ്റ്റ് ഡിസ്പോസൽ. അല്ലെങ്കിൽ അതിന് വേസ്റ്റ് കൊണ്ട് പുറത്ത് കളയണം, അതിന് ചിലവാണ്. ഇതിപ്പോൾ ആ വേസ്റ്റ് കൊണ്ട് തന്നെ നമ്മൾ ഗ്യാസാക്കി ഉപയോഗിക്കുകയാണ്. ഗ്രീൻ എനർജി സെന്ററിന്റെ ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിക്കുവാനും സ്ഥാപിക്കുവാനും വളരെ എളുപ്പമാണ്. ഇതിന് ചോർച്ചയോ ദുർഗന്ധമോ ഉണ്ടായിരിക്കുകയില്ല. ശുചിത്വത്തിന് മുൻഗണന കൊടുത്തുകൊണ്ടാണ് പ്ലാന്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാന്റിന്റെ ആദ്യ പ്രവർത്തനത്തിന് ചാണകം ആവശ്യമാണെങ്കിലും പിന്നീട് ബയോഗ്യാസ് പ്ലാന്റിൽ ചാണകം നിക്ഷേപിക്കേണ്ടതില്ല. ഏത് ചെറിയ കുട്ടിക്കും അനായാസേന ഈ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാം. ഇതിന് കുറച്ച് സമയത്തെ ശ്രദ്ധ മാത്രം മതി. ഗ്രീൻ എനർജി സെന്ററിന്റെ FRP പോർട്ടബിൾ പ്ലാന്റുകളാകയാൽ മണ്ണിന്റെ മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും മാറ്റി സ്ഥാപിക്കാവുന്നതാണ്. ഹോസ്പിറ്റൽ, ഹോട്ടലുകൾ, ഫ്ളാറ്റുകൾ, സ്കൂൾ ഹോസ്റ്റൽ എന്നിവയ്ക്ക് പറ്റിയ വലിയ പ്ലാന്റുകളായ KVIC, ദീനബന്ധു മോഡലുകൾ ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. പ്ലാന്റുകൾ 0.6 ക്യൂബിക് മീറ്റർ മുതൽ ഏത് നിലയിലും ലഭ്യമാണ്. നമ്മുടെ വീട്ടിൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുക വഴി ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ നമ്മൾ സഹായിക്കുന്നു. ഇനിയിപ്പോ വേസ്റ്റ് എവിടെ ഉണ്ടാക്കണം? വെറുതെ കൊണ്ടിട്ട് ഇപ്പോഴല്ല ഇതിന്റെയൊക്കെ വില മനസ്സിലാവണത്. വേസ്റ്റ് അല്ലട്ടാ, ഇത് ഹൈടെക് സംഭവം. ഇനി നിങ്ങൾ തീരുമാനിക്കൂ, കളയണമോ അതോ സേവ് ചെയ്യണമോ എന്ന്. Let's create energy in a natural way. Green Energy Center, providing energy and waste handling solutions successfully. Low cost, no fuel, less space, and 100% safe. For further inquiries, contact Green Energy Center, 2nd floor, 19/221/25, New Regency Center, Pianti Quarters Road, Puthur, Thrissur. Phone 0487 655 6550, mobile 8891929394. Email info@greenenergycenter.in. Website www.greenenergycenter.in. Factory 3/597T, Annakad Road, PO, Kanyani, Thrissur.